Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിന് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാട്ടോ. ഇതിനെ മുട്ട തിളപ്പിച്ചതെന്നാണ് പറയുന്നത്. ഇതിനകത്ത് അധികം മസാലയൊന്നും ചേർക്കുന്നൊന്നുമില്ല. എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെയാട്ടോ ഈ കറി ഇരിക്കുന്നത്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തി, അപ്പം, പുട്ട് അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാനായിട്ട് നല്ല ഒരു കറിയാട്ടോ ഇത് മുട്ട തിളപ്പിച്ചത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് പൊട്ടിക്കഴിയുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 2 വലിയ സവാള നല്ല പൊടിയായിട്ട് അരിഞ്ഞത്, 1.5 കപ്പ്, ഇതിന് സവാള അരിയുമ്പോൾ നല്ല കുഞ്ഞായിട്ടായിരിക്കണം, അതാണ് കുറച്ചും കൂടെ കാണാൻ ഭംഗി. ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ വഴന്ന് വരികയും ചെയ്യും. ഈ സവാള നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. സവാള പെട്ടെന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. സവാള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. 2 വലിയ തക്കാളി, ഇത് അരിഞ്ഞു വന്നപ്പോൾ 1 കപ്പുണ്ട്. അതും ഇതുപോലെ തന്നെ നല്ല പൊടിയായിട്ട് വേണം അരിയാനായിട്ട്. ഇനി ഈ തക്കാളി ഇതിൻ്റെ അകത്ത് കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഇപ്പോൾ ഇതിൽ ചേർത്തേക്കണ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കുറയ്ക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇനി ഈ പൊടികൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. കറിക്ക് ഇത്രയും എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്താൽ മതി കേട്ടോ. നമ്മൾ ഈ ചേർത്തേക്കുന്ന പൊടി മൂത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് എണ്ണ തെളിഞ്ഞു തുടങ്ങി. ഇതിലേക്ക് ഒരു കറിവേപ്പില, 2 പച്ചമുളക് ഇതുപോലെ നെടുകെ കീറിയിടാം. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർക്കാം. ഞാൻ ആദ്യമേ കുറച്ച് ഉപ്പേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ചേർക്കാം. ഞാനിതിലേക്ക് 1/4 കപ്പ് വെള്ളമാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് എത്ര വേണമെന്ന് വെച്ചാൽ ചേർക്കാം കേട്ടോ. ഇപ്പോൾ ഒഴിച്ചേക്കുന്ന വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ വിനാഗിരി ചേർക്കുന്നുണ്ട്. വിനാഗിരി ചേർത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ വിനാഗിരി ചേർക്കുമ്പോൾ ഈ കറിക്ക് നല്ലൊരു പുളി ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് ഇനി വേറെ മസാല ഒന്നും ചേർക്കത്തില്ല, ഇത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. അത് ഓരോ സൈഡിലായിട്ട് ഒഴിക്കണം. ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുമ്പോൾ അകത്തി വേണം ഒഴിക്കാനായിട്ട്. ഇതുപോലെ ഇങ്ങനെ തിളപ്പിക്കണം. അപ്പോൾ നമ്മൾ ഈ ഒഴിച്ചേക്കുന്ന മുട്ട ഒന്ന് വെന്ത് കിട്ടണം. മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം തീ ഒരു മീഡിയം ഹീറ്റിലായിട്ട് മാറ്റണം കേട്ടോ. നമ്മൾ ആദ്യം ലോ ഹീറ്റിലിട്ടിട്ടാണല്ലോ എല്ലാം ഒഴിച്ചത് അതിൻ്റെ അകത്തേക്ക്. ഇനി മുട്ട നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചേർത്തേക്കുന്ന മുട്ട നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യും. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. മാറ്റുന്ന സമയത്ത് ഇത് ചിലപ്പോൾ അത് ഒരുമിച്ച് കൂടിയിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് വിടിയിച്ച് കൊടുക്കാം. ഇതുപോലെയാണ്, ഇങ്ങനെയാട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമല്ലേ? അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.